ADGP മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. കുറ്റക്കാരെ ഈ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലാളികളെ വലക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ കോഴിക്കോട് ജില്ലാ STU സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പാവങ്ങളോട്, വേദനിക്കുന്നവരോട്, സാധാരണക്കാരായ മനുഷ്യരോട് വല്ല സഹാനുഭൂതിയും ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നേ ഭരണം വിട്ടൊഴിഞ്ഞവർ പോകണമായിരുന്നു. പട്ടിണി കൂടാതെ കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്ന ഓണത്തോടൊപ്പം പട്ടിണി കൂടാതെ ഓണാഘോഷത്തിൽ പങ്കാളികളാകാൻ ഗവൺമെന്റ് കനിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ. ആ മേഖലയിലെ മുഴുവൻ ആളുകളുടെ പേരിൽ നടപടിയെടുക്കലാണോ? അതെന്തിനാ? ആരോപണ വിധേയനായവന്റെ മുഖം രക്ഷിക്കാനാണ്. അവന് പറയാ എല്ലാവരും മാറ്റിയപ്പോൾ എന്നെയാ മാറ്റിയത്. അതുകൊണ്ട് അയാളെ വെള്ളപൂശാൻ, കുറ്റക്കാരെ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും കുറ്റക്കാരെ ചേർത്ത് നിർത്തുകയാണ് ഈ ഗവൺമെന്റ്. അത് കാരണം കുറ്റക്കാരെ അതിൽ പ്രേരിപ്പിക്കുന്നതും അത് ചെയ്യിക്കുന്നതും ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ADGPക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുക? മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ADGP പോയത് എന്ന് ഞങ്ങളുടെ ആരോപണത്തിന് മറുപടി വന്നിട്ടില്ല. അത് ശരിയല്ല എന്ന് പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അങ്ങനത്തെ മുഖ്യമന്ത്രി എങ്ങനെ ADGPക്കെതിരെ നടപടിയെടുക്കും? ADGP മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അദ്ദേഹത്തിന് വേണ്ടി ഇടയാളായി പ്രവർത്തിച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ചടങ്ങിൽ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, PM ഹനീഫ്, KM കോയ, K സൗദ ഹസൻ, CP കുഞ്ഞമ്മദ്, NKC ബഷീർ, AT അബു, N സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു.